ഹലോ സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ലാവ Z60 എന്ന് പറയുന്ന മോഡലിനെ കുറിച്ചാണ്. അതിൻ്റെ പവർ കീ, വോളിയം കീ, ബേസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഫോണിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോണ് ചാർജിങ് കുത്തിയാൽ ഇങ്ങനെ ചാർജിങ് കയറുന്നതായിട്ട് കാണിക്കും. ഇതിപ്പോൾ കുറേ നേരം കുത്തിയിട്ടിരുന്നതുകൊണ്ട് ചാർജിങ് ഏതാണ്ട് 90% കാണിക്കുന്നുണ്ട്. പക്ഷേ പവർ ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്കാവുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ അതെങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ബാക്ക് കവർ അഴിക്കുക, സൈഡിൽ നിന്ന് തിക്കി അഴിക്കുക, സ്ക്രൂകളെല്ലാം അഴിക്കുക. അതിനുശേഷം നിങ്ങൾ ഈ സൈഡിൽ നിന്ന് ഒന്ന് പൊക്കി എടുക്കാവുന്നതാണ്. ഈ വര കാണുന്നുണ്ടല്ലോ, അവിടുന്ന് പൊക്കി കുറച്ച് ലോക്കുകളുണ്ട്, അങ്ങനെ എടുക്കാവുന്നതാണ്. സൈഡുകൾ 4 പാടും തിക്കി വെച്ച് ഇതിങ്ങനെ എടുക്കാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ പവർ സ്വിച്ചിൻ്റെ കണക്ടർ. അപ്പോൾ ഇതിൻ്റെ പവർ സ്വിച്ചിൻ്റെ ഈ കണക്ടറിന് വോളിയം സ്വിച്ചും കൂടെ കൂടിയാണ് വരുന്നത്. ഇതിൻ്റെ ഈ കണക്ടറിന് മൊത്തം 6 ലെഗുകളാണുള്ളത്. 6 ലെഗുകളും ഈ മുകളിലുള്ള 4 ലെഗുകളുമായിട്ടാണ് കണക്ഷൻ. അപ്പോൾ ആ കണക്ഷൻ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇവിടെ വരയ്ക്കാം. 1, 2, 3, 4, 5, 6. ഈ 6 ലെഗുകളാണ് ഇതിനുള്ളത്. ഇതിൻ്റെ മുകളിൽ 1, 2, 3, 4 ഇങ്ങനെ 4 ഗോൾഡൻ ഡോട്ടുകൾ കാണാം. അതിൽ നിങ്ങൾക്ക് ഈ പവർ സ്വിച്ച് മാത്രമേ പ്രശ്നമുള്ളെങ്കിൽ നിങ്ങൾ ഈ പോയിൻ്റ് ഉണ്ടല്ലോ, ഈ ഗോൾഡൻ പോയിൻ്റ്, അതായത് ഈ 4 ഗോൾഡൻ പോയിൻറ്റുകളിൽ ഈ ലാസ്റ്റ് കാണുന്ന പോയിൻ്റ്, അത് ഈ ഗ്രൗണ്ടുമായിട്ട് ടീസറിന് ഒന്ന് മുട്ടിച്ചാൽ മതിയാവും. അതായത് ഇങ്ങനെ ഒന്ന് മുട്ടിച്ചാൽ ഫോൺ ഓണാവും. അഥവാ സ്ട്രിപ്പിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ നിങ്ങൾ സ്ട്രിപ്പ് മാറ്റുകയോ അത് റിപ്പയർ ചെയ്യുകയോ ചെയ്യണം. അത് എങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നത്, ഇത് കഴിഞ്ഞാൽ എന്നാണ് ചെയ്യേണ്ടത് എന്നതൊക്കെ ഞാൻ പറയാം. ആദ്യം ഈ കണക്ഷൻ എങ്ങോട്ടൊക്കെയാണ് കയറുന്നതെന്ന് പറയാം. പ്രിൻ്റ് ബ്രേക്കാണോ എന്ന് നോക്കേണ്ടത്. ഒന്നാമത്തെ പോയിൻ്റ് ഇതാണ്, ഇങ്ങോട്ടാണ് കയറുന്നത്, ഈ പോസിറ്റീവ് വോൾട്ടേജ്. ഈ രണ്ടാമത്തെ പോയിൻ്റ് നെഗറ്റീവാണ്. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റത്തെ പോയിൻ്റ് നെഗറ്റീവാണ്. പിന്നെ ശേഷിക്കുന്നത് ഈ 3 പോയിൻ്റുകളാണ്. ഈ 3 പോയിൻ്റുകളിൽ ഈ പോയിൻ്റ് ഇതിലേ എടുക്കുക. ഈ പോയിൻ്റ് ഇങ്ങോട്ടാണ് കയറുന്നത്. പിന്നത്തെ പോയിൻ്റ്, ഈ പോയിൻ്റ് ഇതിനടിയിലേക്കും ഈ പോയിൻ്റ് ഇങ്ങോട്ടുമാണ് കയറുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണക്ഷൻ മനസ്സിലായല്ലോ. ഇതിൽ ഓൺ ഓഫ് സ്വിച്ചിൻ്റെ വരുവാണെന്നൊരിൽ ഇതും ഒരു ഗ്രൗണ്ടും, ഇതല്ലെങ്കിൽ ഇത് കൊടുത്താൽ മതി. അല്ലെന്നൊരിൽ നിങ്ങൾക്ക് എവിടുന്നേലും ഗ്രൗണ്ട് കൊടുത്താൽ മതി. എവിടുന്ന് വേണേലും ഗ്രൗണ്ട് കൊടുക്കാം. ഈ കാണുന്ന ഗോൾഡൻ പോയിൻ്റിൽ നിന്നായാലും കൊടുത്താൽ മതി. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് മുട്ടിച്ച് നോക്കിയിട്ട് ഓണാവുന്നുണ്ടെന്നൊരു, പിന്നെ സാധ്യതയുള്ളത് ഒന്ന് ഈ കണക്ടറിൻ്റെ വര, അല്ലെന്നൊരു ഈ സ്ട്രിപ്പിൻ്റെ വര. സ്ട്രിപ്പിൻ്റെ ആണെന്നൊരു നിങ്ങൾ ഈ സ്ട്രിപ്പ് അഴിച്ചെടുക്കുക. അതിനുശേഷം ഇങ്ങനെ പതുക്കെ ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക് പതുക്കെ പൊക്കുക. അന്നേരം ഇങ്ങനെ ഒരു ഭാഗം കാണാം. അപ്പോൾ ഇതിനകത്ത് വെള്ളം വീണ് ഡാമേജ് ആയിട്ടുണ്ടോ, എന്നതിലും തുരുമ്പ് പിടിച്ച പോലെ ഉണ്ടെന്നൊരു അത് ക്ലീൻ ചെയ്യുക. ചുവന എന്നതിലും വെച്ച് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് സ്പിറ്റോ പെട്രോളോ ഉപയോഗിക്കാം. ക്ലീൻ ചെയ്തതിന് ശേഷം അങ്ങനെ വെച്ച് മടക്കുക. അപ്പോൾ ഇതിൽ പ്രിൻ്റ് ബ്രേക്ക് വരാം, ഇതിനകത്തുള്ള കണക്ഷനിൽ പ്രിൻ്റ് ബ്രേക്ക് വരാം. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ വരച്ച് കാണിക്കാം. അതിൻ്റെ കണക്ഷൻസ് പോകുന്നത് ഇങ്ങനെയാണല്ലോ, ഇത് ഫിറ്റ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ വരച്ചേക്കാം. 1, 2, 3 ഇതിനകത്ത് ഓരോ കണക്ഷനുണ്ട്. അപ്പോൾ ഈ കണക്ഷൻസ് കയറുന്നത്
ഈ 4 ലെഗിലേക്ക് തന്നെ ഉള്ള കയറുന്ന കാര്യങ്ങൾ പറയാം. പവർ സ്വിച്ച് പോസിറ്റീവ് ഇതാണ്, അകത്തെയാണ്. അത് കയറുന്നത് നിങ്ങൾക്ക് ജമ്പർ കൊടുക്കണമെങ്കിൽ ഇങ്ങോട്ടാണ് കൊടുക്കേണ്ടത്. അതായത് ഈ 4 ഗോൾഡൻ ഡോട്ടിൽ ഈ ഏറ്റവും ഒടുവിലുള്ള ഗോൾഡൻ ഡോട്ടിലേക്കാണ് കൊടുക്കേണ്ടത്. ഇത് നെഗറ്റീവാണ്, അത് നിങ്ങൾക്ക് നെഗറ്റീവിലേക്ക് കൊടുക്കാം. പിന്നെ ഈ കണക്ഷൻ അല്ലെങ്കിൽ നെഗറ്റീവിലേക്ക് കൊടുക്കുന്ന അതിലും എളുപ്പം ഈ സ്ട്രിപ്പേ തന്നെ കൊടുക്കുന്നതാണ്. അത് ജോയിൻ അയക്കുന്നത് ഈ കണക്ഷനുമായിട്ടാണ്. വോളിയം പ്ലസിൻ്റെ മുകളിലത്തെ കണക്ഷനുമായിട്ടാണ്. അങ്ങനെ വേണേൽ അങ്ങനെ കൊടുക്കാം നിങ്ങൾക്ക്. പിന്നെ ഇതിൻ്റെ അകത്തെ കണക്ഷൻ കയറുന്നത് ഈ ഫസ്റ്റ് കണക്ഷനിലേക്കാണ്. പിന്നെ ഇതിൻ്റെ അകത്തെ കണക്ഷൻ കയറുന്നത് ഈ കണക്ഷനിലേക്കാണ്, അതായത് മൂന്നാമത്തെ കണക്ഷനിലേക്കാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോളിയം മൈനസിൻ്റെ ഈ കണക്ഷനാണ്. ഈ കണക്ഷൻ ഇങ്ങോട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും കണക്ഷൻ ജമ്പറുകൾ കറക്റ്റായിരുന്നാലേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അഥവാ നിങ്ങളുടെ ഈ പുറത്തെ കണക്ഷൻ വോളിയം പ്ലസ് ആണ് വർക്ക് ചെയ്യാത്തതെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പുറത്തേക്ക് കണ്ടിന്യൂറ്റി ഉണ്ടെന്ന് നോക്കുക. അങ്ങോട്ട് ഒരു കണ്ടിന്യൂറ്റി ഇല്ലെങ്കിൽ ജമ്പർ കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതൊന്ന് നിങ്ങളെ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം, അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇത് ഓണാകുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ക്ലീൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് റെഡിയായി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കൺ അമർത്തി വെക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബ് നോട്ടിഫിക്കേഷൻ തരുന്നില്ല. അപ്പോൾ എല്ലാവരും ബെല്ലൈക്കൺ അമർത്തി വെക്കുക. അപ്പോൾ ഈ ചാനലിൽ മൊബൈൽ സംബന്ധമായ ഒട്ടുമിക്ക വീഡിയോകളും ഞാൻ ഇടുന്നതായിരിക്കും. മൊബൈലിൻ്റെ കാര്യങ്ങളും മൊബൈലിന് ടെക്നീഷ്യന്മാർക്ക് കുറച്ച് ഉപകാരമുള്ള കുറച്ച് ടിപ്സുകളും ടൂൾസിനെ പറ്റിയൊക്കെ ഉള്ള കാര്യങ്ങൾ ഈ ചാനൽ വഴി ഇടുന്നതായിരിക്കും. അപ്പോൾ ഒരു പുത്തൻ കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.